ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാരിൻ്റെ ഓണസമ്മാനം വന്നു. ഒരു ക്ഷാമബത്ത അവർക്ക് ഒരു ഗഡു ലഭിക്കാൻ പോകുന്നു. അത് ഓണക്കാലത്ത് കിട്ടുന്ന ശമ്പളത്തോടൊപ്പം സെപ്റ്റംബർ കിട്ടും, 1-ാം തീയതി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓണബത്ത ലഭിച്ച എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശംസകൾ. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഏറ്റവും സങ്കടകരമായ ആ ദൃശ്യത്തിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യമേ ഞാൻ കടന്നു ചെല്ലുന്നത്. ഇടുക്കി ഇടമലക്കുടിയിലേക്ക് വീണ്ടും മൃതദേഹം ചുമന്ന നാട്ടുകാർ. പനി ബാധിച്ചു മരിച്ച 5 വയസ്സുകാരൻ്റെ മൃതദേഹമാണ് ഇടമലക്കുടിയിലേക്ക് കിലോമീറ്ററുകളോളം ചുമന്ന് എത്തിച്ചത്. കടലാർക്കുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ 5 വയസ്സുള്ള മകൻ കാർത്തിക്കാണ് മരിച്ചത്. ഇന്നലെ പനി ബാധിച്ച കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതും ഇതേപോലെ ചുമന്നായിരുന്നു. വനത്തിലൂടെ ചുമന്നു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ 24 ദൃശ്യമാധ്യമമെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഇടമലക്കുടിയിലോട്ടുള്ള റോഡ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കുട്ടികളിങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനി കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പാതി വഴിയായി റോഡ് പാതി വഴി പോലും ആയില്ല. വഴിയില്ലാത്തത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇനി ഈ മൃതദേഹം ഞങ്ങൾ ഈ ആനക്കാട്ടിൽ കൂടി 10-13 കിലോമീറ്റർ ഇനി ചുമന്ന് വേണം, പാതിരാത്രി വേണം ഈ മൃതദേഹം ഞങ്ങൾ ഇടമലക്കുടിയിലേക്ക് കൊണ്ടുപോകാൻ. വളരെ ദുരിതമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കാണുവാണെങ്കിൽ നേരിട്ടൊരു അന്വേഷണം ഇടമലക്കുടിയിലോട്ട് ഇടുകയും ഞങ്ങൾ ഇടമലക്കുടിയിലോട്ട് നല്ല വഴി വരികയും ഉണ്ടാകും. ഒരു പ്രാർത്ഥനമായ സംസ്കാരമുള്ള ഇടമലക്കുടി എന്ന് പറയുന്ന ആദിവാസി കോളനികളിലൊക്കെ ഉള്ള ഒരു ദൃശ്യമാണ്. ഇവരും മനുഷ്യരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ പ്രൈം ടൈമിലേക്ക് തത്സമയം ചേരുകയാണ്. രാഹുൽ, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് പറയും? എസ്കെൻ, വാഗ്ദാനങ്ങളുടെ പെരുമഴ എപ്പോഴും ഇടമലക്കുടിക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമാകുന്നു എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടി ഈ നാട്ടുകാർ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അതിനൊരു തെളിവ് കൂടിയായവർ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം ആ റോഡുണ്ട്, ആശുപത്രിയുണ്ട്, വിദ്യാലയമുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇടമലക്കുടിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടുത്തെ നേർചിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകളെ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഏതെങ്കിലും തരത്തിൽ അപായം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം ഉൾപ്പെടെ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടിലാണ് ഇടമലക്കുടിക്കാർ ഇപ്പോഴും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ട ദൃശ്യങ്ങളൊക്കെ. ഇന്നലെ വൈകിട്ടാണ് ഉഷാമൂർത്തി ദമ്പതികളുടെ 5 വയസ്സുള്ള കൂടലാർകുടി സ്വദേശിയാണ്. ഇടമലക്കുടി പഞ്ചായത്തിലെ 28 കുടികളിൽ ഒരെണ്ണമായിട്ടുള്ള കൂടലാർകുടിയിലെ ഉഷാമൂർത്തി ദമ്പതികളുടെ 5 വയസ്സുള്ള മകൻ കാർത്തിക്കിന് പനി ബാധിച്ച് ഇന്നലെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ പുറപ്പെട്ടത്. ഇന്നലെ വൈകിട്ടോടുകൂടി അവർ വാഹനം അന്വേഷിച്ചപ്പോൾ വഴി മോശമായതുകൊണ്ട് തന്നെ ഒരു വാഹനവും അങ്ങോട്ടേക്ക് കടന്നു പോകില്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് അവർ ആനക്കാട്ടിലൂടെ കിലോമീറ്ററുകളോളം തലചുമടായി ആ കുട്ടീനെ കൊണ്ടുവരികയും ആനക്കുളത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് മാങ്കുളത്തെ ആശുപത്രി കൊണ്ടുപോകുന്നു. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടിയുടെ പനി അതികഠിനമായി. പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ആ കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്ന് ഇതേ ദിവസം ആ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ കൊണ്ടുപോയതും ആനക്കുളത്ത് നിന്ന് കിലോമീറ്ററുകളോളം വനത്തിലൂടെയാണ്. വലിയ ദുർഘടമായ പാതയാണ്. ആനയുണ്ട്, പുലിയുണ്ട്, വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ ആ വനത്തിലൂടെയാണ് ആ കുട്ടിയുടെ മൃതദേഹം ചുമന്നുകൊണ്ട് ആ ഇടമലക്കുടിയിലേക്ക് ആളുകൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കഴിഞ്ഞ ദിവസം ഇടമലക്കുടിയിലേക്ക് ധാന്യങ്ങളുമായി പോയ ഒരു പിക്കപ്പ് വാൻ അത് മറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്ര കണ്ട് ദുരിതത്തിലാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ആ വഴി മുഴുവൻ പോയി കിടക്കുകയാണ്. നേരത്തെ ആ ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അതുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വഴി പൂർണ്ണമായും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ, ഈ വഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണം. ഇത്തരം ഒരു ദുരവസ്ഥ, ഈ കുട്ടിയുടെ മൃതദേഹം ചുമന്ന് വനത്തിലൂടെ പോകേണ്ടി വന്ന പോലത്തെ ഒരു ദുരവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. സ്കെയിൻ. രാഹുൽ വിജയൻ പറഞ്ഞതുപോലെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇടമലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഞാൻ വിദ്യാർത്ഥിയിരിക്കുന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ ഇടമലക്കുടിയിലെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായതല്ലാതെ ഇത്രയും കാലം മാധ്യമജീവിതം കടന്നുപോയിട്ടും അതിനൊന്നും വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല. എത്ര കണ്ടാലും
നമ്മുടെ അധികാരികൾ പഠിക്കലെന്നാണ് ഭൂമിക്കാരൻ പറയുന്നത്. അതുപോലെ വസന്തകുമാരി പറയുന്നു ഇടമലക്കുടിയിലെ മനുഷ്യർ, ആ കുഞ്ഞുമോൻ, അവരെയൊക്കെ ഓർത്ത് വിഷമം പറയുകയാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 45 വയസ്സുള്ള വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പ്രൈം ടൈമിൽ. മിഥില തൽക്കാലം എത്തിയിട്ടില്ല. നിഖിൽ പ്രമേഷ് എത്തിച്ചേരും. നിഖിൽ, പറയൂ നിഖിൽ. ഗുഡ് ഈവനിങ്. സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം പിടിപ്പെട്ടിരുന്ന ഒരു രോഗം ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ 7 പേർക്ക് പിടിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിപ്പോൾ വയനാട് സ്വദേശിക്കാണ്. 45 വയസ്സുള്ള സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള ആൾക്കാണ് ഏറ്റവും ഒടുവിൽ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇയാൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അങ്ങനെ 7 പേരാണ് ഇപ്പോൾ ആകെ കോഴിക്കോട് തന്നെ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 3 പേർ കോഴിക്കോട് സ്വദേശികളും 3 പേർ മലപ്പുറം സ്വദേശികളും ഇന്നിപ്പോൾ സ്ഥിരീകരിച്ച ഒരാൾ വയനാട് സ്വദേശിയുമാണ്. ഇതിൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം ഉണ്ട്. ഈ കുഞ്ഞടക്കം 7 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കുഞ്ഞിൻ്റെ അവസ്ഥ അല്പം മോശമായിരുന്നു. അത് അതേ തരത്തിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇന്ന് അഡ്മിറ്റായ ആൾക്കാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ ഓരോ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴും കൂടുതൽ ആളുകൾക്ക് ഇത് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ, അത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ ഗൗരവത്തിലാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളെ കാണുന്നത്. ഈ എവിടെ നിന്നാണോ ഇവർക്ക് ഇത് പടർന്നത് എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് കൂടി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഓക്കെ, നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. വിഷ്ണുരാജ് പറയുന്നു SKN ഒരു തിരുത്ത് കേട്ടോളൂ. ജീവനക്കാർക്ക് അർഹമായ DA എങ്ങനെയാണ് ഓണബത്തയായി കണക്കാക്കാൻ കഴിയുന്നത്? എത്ര കുടിശ്ശികയുണ്ടെന്ന് അറിയാമോ? ഇത് തിരുത്തിയിരിക്കുന്നു. പക്ഷേ വിഷ്ണുരാജ് ഒരു കാര്യം കൂടി കേൾക്കണം. വിഷ്ണുരാജിനെ പോലെ ചിന്തിക്കുന്നവരോട് കാണണം. ആ ഇടമലക്കുടി നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമുക്ക് കുടിശ്ശികയായിട്ട് ഒരു DNS അലവൻസ് ഒരു ക്ഷാമബത്ത സർക്കാർ അനുവദിച്ചു. അത് അടുത്ത 1-ാം തീയതി ഓണശമ്പളത്തോടൊപ്പം കൊടുക്കാൻ പോകുന്നു. അതൊരു ഓണസമ്മാനമായി കാണണം. അപ്പോൾ അതൊരു ഓണബത്തയായി കാണണം എന്ന്. അപ്പോൾ DNS അലവൻസ് ഓണബത്തയായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ജീവിതം പൊളിച്ചു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ശവം തൂങ്ങി വനത്തിൻ്റെ ഉള്ളിലൂടെ ഇടമലക്കുടിയിലെ സാധാരണ ജനങ്ങൾ പോകുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അവരും മനുഷ്യരാണ്. യെസ്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് കൽപ്പറ്റയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ +1 വിദ്യാർത്ഥികളുടെ റാഗിംഗ്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് 12-കാരനെ റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത്. പടിഞ്ഞാറത്തറ സ്വദേശിയായ കുട്ടിയെയാണ് സംഘം ചേർന്ന് ആക്രമിച്ചത്. വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി കൊടുത്തു. കുട്ടി ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി അമ്മ 24-നോട് പരാതിയും പറഞ്ഞു. അപ്പൊ ഇന്നലെ കുട്ടി എക്സാം കഴിഞ്ഞ്, അതും കുട്ടിക്ക് 2 ദിവസം പനി ഉണ്ടായിരുന്നു. ഞാൻ സിട്രിസിന്, പാരസെറ്റമോൾ, അമോക്സിലിനൊക്കെ കൊടുത്തിട്ടാണ് കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് അയച്ചത്. അപ്പൊ എക്സാം കഴിഞ്ഞ് കുട്ടി ക്ഷീണിതനായിട്ടാണ് ബസ് സ്റ്റാൻഡില് ബസ് കാത്തു നിൽക്കുന്നത്. MLA ഓഫീസിന്റെ അടിയിൽ ഞാൻ കുഞ്ഞിനെ നിർത്തിയിട്ട് ഫെഡറൽ ബാങ്കിലേക്ക് പോയ സമയത്ത് റാഗിങ്ങിന് നടക്കുന്ന കുട്ടികൾ വരികയും മോനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വിളിച്ചു. അപ്പൊ മോൻ പോയില്ല. അപ്പൊ ഇവര് തിരിച്ചു വന്ന് മോന്റെ ഷോളറിലൂടെ കൈയിട്ട് ബലം പ്രയോഗിച്ച് ഇങ്ങനെ അമർത്തുകയാണ് ചെയ്തത്. അപ്പൊ കുട്ടി എന്റെ ശരീരത്തിൽ നിന്ന് കൈയെടുത്ത് മാറ്റാൻ പറഞ്ഞു. കുട്ടി പ്രതികരിച്ചു. അപ്പൊ ഇവര് ഗ്യാങ് ആയിട്ട് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 2 കുട്ടികൾ ഗ്യാങ് കൂടിയിട്ട് തലയ്ക്ക് അടിക്കുകയാണ്. ബാക്കി മോൻ തല താഴ്ത്തി പിടിച്ച് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സുർജിത്ത യുവത്ത് ടെലിഫോണിൽ ചേരുന്നു വയനാട്ടിൽ നിന്ന്. സുർജിത്ത, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ പറയൂ. SKN ഇതുപോലെ ഒരു പ്രൈം ടൈം വാർത്തയായി നമ്മൾ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു മർദ്ദനം കൊടുത്തതാണ്. അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടി NSS സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയെയാണ് സംഘം ചേർന്ന് +1 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരവസ്ഥ
ഉണ്ടായിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഇന്നലെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കൽപ്പറ്റ കൈനാട്ടി ആശുപത്രിയിലേക്ക് ആദ്യം മാറ്റി, അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നല്ല പരിക്കുണ്ട്. ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കുടുംബം. എന്തായാലും ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിൽ കർശന നടപടിയാണ്. റാഗ് ചെയ്താൽ അത്തരത്തിൽ കർശന നടപടിയുമായി സ്കൂൾ അധികൃതർ മുന്നോട്ട് പോകും. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സംഘമായി വിദ്യാർത്ഥികൾ മാറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിന് പുറത്തു വച്ചാണ് എന്നതിനാൽ മറ്റു നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും വലിയ മർദ്ദനം ഈ കുട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. +1 വിദ്യാർത്ഥികളാണ് ആക്രമിച്ചിട്ടുള്ളത്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ ഇടമലക്കുടിയിലേക്കുള്ള യാത്രയും ആ കുഞ്ഞിൻ്റെ മരണവും ഒക്കെ കൂടി ദുസ്സഹമാക്കിയ പ്രേക്ഷക മനസ്സിന് പ്രതികരണം. സുജേഷ് പറയാണ്, ഇതൊന്നും കാണാതെ കുറേ എയർപോർട്ടും എക്സ്പ്രസ് ഹൈവേയും ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് വികസനം എന്നാണ് ചില പ്രേക്ഷകർ ചോദിക്കുന്നത്. മരിയ ഷിനിമോൾ ചോദിക്കുന്നു, പാവങ്ങളായ ഞങ്ങൾ വെളിച്ചെണ്ണ എങ്ങനെ ഓണക്കാലത്ത് വാങ്ങും എന്നുള്ളതാണ്. ഓണത്തിന് പൊതിച്ചോറ് വാങ്ങി കഴിക്കേണ്ടി വരും എന്നാണ്. വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയാണ്, അത് അറിയാം. ഒരുപക്ഷെ ഓണക്കാലത്ത് കുറച്ചുകൂടി വിലകൾ കൂടും. അത് സാധന വിലകൾ പിടിച്ചു നിർത്താൻ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ സർക്കാർ പരമാവധി ഉപയോഗിക്കും. ഓണച്ചന്തയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓണക്കാലത്ത് ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടാകും. എന്നാലും ഓണം നമുക്ക് ആഘോഷീകരിക്കാൻ പറ്റുമോ? ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചു മൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളിയെ റിമാൻഡ് ചെയ്തു. മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളുമായി സുജാത ഭട്ടും ഇന്ന് രംഗത്ത് വന്നു. ആദ്യം സുജാത ഭട്ട് പറഞ്ഞു, എനിക്ക് മകളില്ല, മകളെ കാണാതായിട്ടില്ല. പിന്നീട് വീണ്ടും വന്ന് പറയുന്നു, എനിക്ക് മകളുണ്ട്, മകളെ കാണാതായി എന്ന്. എന്താണ് ഈ ധർമ്മസ്ഥലം നടക്കുന്നത്? എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത്തരമൊരു നിഗമനത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിച്ചേർന്നത്? 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിരവധി കൊലപാതകങ്ങളും കുഴിച്ചിടലുകളും നടന്നു എന്നായിരുന്നു മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേരുടെ മൃതദേഹങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ പലതിലും ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നുവെന്നും ആയിരുന്നു വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിൽ നിന്ന് കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയായിരുന്നുവെന്നും കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നതെന്നുമായിരുന്നു പോലീസ് നൽകിയ മൊഴി. തുടർന്ന് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ധർമ്മസ്ഥലയിലെ 17 സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിനു ചിന്നയ്യ ചൂണ്ടിക്കാട്ടി. ഇവിടെയെല്ലാം പരിശോധന നടത്തിയെങ്കിലും 2 സ്ഥലങ്ങളിൽ നിന്നും അസ്ഥികൾ ലഭിച്ചതൊഴിച്ചാൽ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ല. തെളിവായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെ സംബന്ധിച്ചുണ്ടായ സംശയമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ബലപ്പെടുത്തിയത്. 2012 സൗജന്യ കൊലക്കേസും മകളെ കാണാതായതെന്ന സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തലും മലയാളിയായ പത്മലതയുടെ കൊലപാതകവും വിരൽ ചൂണ്ടിയത് മഞ്ജുനാഥ ക്ഷേത്രം കൈവശം വയ്ക്കുന്ന ഹെഡ്ഗെ കുടുംബത്തിനു നേരെയായിരുന്നു. അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനിരിക്കെ തനിക്ക് അനന്യ എന്ന മകളില്ലെന്ന് ഒരു യൂട്യൂബ് ചാനലിനോട് സുജാത ഭട്ട് വെളിപ്പെടുത്തി. പിന്നാലെ തനിക്ക് മകളുണ്ടെന്നും അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നും സുജാത തിരുത്തി പറഞ്ഞു. എന്നാൽ അനന്യ എന്ന പേരിൽ സുജാത ഭട്ട് ഹാജരാക്കിയ ചിത്രം വാസന്തി എന്ന യുവതിയുടേതാണെന്നും അനന്യ പഠിച്ചിരുന്നുവെന്ന് ഭട്ട് പറഞ്ഞ കോളേജിൽ അത്തരമൊരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററും രാജ്യസഭാംഗവുമായ വീരേന്ദ്ര ഹെഡ്ഗെയും ഹിന്ദു നേതാവും ആക്ടിവിസ്റ്റായ മഹേഷ് ഷെട്ടി തിമരോഡിയും തമ്മിലുള്ള കാലങ്ങളായുള്ള പോരാണ് വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്ടിവിസ്റ്റ് മഹേഷ് ഷെട്ടി തിമരോഡിയെ 2 ദിവസം മുമ്പ് ചില അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലുള്ള സത്യം ഇപ്പോഴും കാണാമറയത്തു തന്നെയാണ്. റിസർച്ച് ഡെസ്ക് 24. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി സൂചന വന്നിരിക്കുന്നു. മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട KA പോളിന്റെ ഇടപെടലിനുള്ള അതൃപ്തിയെ തുടർന്നാണ് തീരുമാനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ആലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോഴറിയുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. മോചനത്തിനായി നിർണായക ഇടപെടലുകളും ആക്ഷൻ കൗൺസിൽ നടത്തിയിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇവാഞ്ചലിസ്റ്റും
ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ എ പോൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ ആക്ഷൻ കൗൺസിൽ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടലുകൾ നടത്തുന്നുവെന്ന കെ എ പോളിന്റെ വാദങ്ങളെ കേന്ദ്ര സർക്കാരും തള്ളിയിരുന്നു. ഈ ഘട്ടത്തിലും നിമിഷപ്രിയയുടെ കുടുംബം കെ എ പോളിനൊപ്പം നിൽക്കുന്നതിലും ആക്ഷൻ കൗൺസിലിന് അതൃപ്തിയുണ്ട്. ഇത്തരം നടപടികൾ ആക്ഷൻ കൗൺസിലിന്റെ വിശ്വാസ്യതയും പ്രസക്തിയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആക്ഷൻ കൗൺസിലിനും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനുമെതിരെ കെ എ പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു. പാലക്കാട് മുതലമടയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളെ ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ റിസോർട്ട് ഉടമ അറസ്റ്റിലായി. മുതലമട സ്വദേശി നായകിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. റിസോർട്ട് നടത്തിപ്പുകാരനായ ഇവരുടെ മകൻ പ്രഭു ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് അനുമതിയില്ലാതെ ബിയറെടുത്ത് കുടിച്ചുവെന്ന് ആരോപിച്ച് വെള്ളയപ്പനെ മുറിയിൽ പൂട്ടിയിട്ടതും മർദ്ദിച്ചതും. പിന്നീട് നാട്ടുകാർ ചേർന്ന് മുറിയുടെ വാതിൽ പൊളിച്ചാണ് ഇയാളെ പുറത്തെത്തിച്ചത്. റിസോർട്ടിന്റെ ഉടമ രംഗനായിക എന്ന പാപ്പാത്തിയാണ് അറസ്റ്റിലായത്. ഇവരും മകനും റിസോർട്ടിന്റെ ഉടമയുമായ പ്രഭുവും ചേർന്ന് വെള്ളയപ്പനെ പൂട്ടിയിട്ടുവെന്നാണ് പരാതി. വെള്ളയപ്പൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം പുറത്തറിയിച്ച റിസോർട്ടിലെ ജീവനക്കാരൻ തിരുനാവാക്കരശിനെ അടുത്ത പറമ്പിൽ നിന്നും പോലീസ് കണ്ടെത്തി. ഭയം കൊണ്ട് ഒളിച്ചിരുന്നതായിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. കേസിലെ മുഖ്യപ്രതി പ്രഭുവിനെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് കൊല്ലങ്കോട് പോലീസ് അറിയിച്ചു. 24 പാലക്കാട്. വീണ്ടും വിദ്വേഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. മലപ്പുറത്ത് പറഞ്ഞത് സത്യമാണെന്നും സാമൂഹിക നീതി ഉറപ്പാകും വരെ പറയാനുള്ളത് പറയുമെന്നും വെള്ളാപ്പള്ളി. ധനമന്ത്രി KN ബാലഗോപാലും NK പ്രേമചന്ദ്രൻ MPയും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി പ്രശംസിച്ച് ലെവലാക്കിയ ശേഷം വേദി വിട്ടുപോയി. അതിനുശേഷമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശം. ഇപ്പോൾ മലപ്പുറത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞാൽ എൻ്റെ പിടല് പോട്ടെ, വയസ്സ് 88 89 ആകാനായിട്ട് ഇനി 1.5 മാസമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലും ശ്രീനാരായണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹാദരവ് സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിലപാട് ആവർത്തിച്ചത്. പതരാതെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ടു പോകുന്ന വെള്ളാപ്പള്ളി നടേശനെ അവഗണിക്കാൻ കഴിയില്ലെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പതറാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹവും നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാം, പക്ഷെ അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈര്യമുള്ളവരെ വരെ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് NK പ്രേമചന്ദ്രൻ MP. ഏത് ശത്രുവിനെയും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെയൊക്കെ സൗഹൃദത്തോടുകൂടി ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന വിശാലമായ മനസ്സിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. സമുദായത്തിന് നീതി കിട്ടും വരെ പരാമർശങ്ങൾ ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 24 കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പരാതിയിലാണ് ഈ നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താൻ തൃശൂർ ജില്ലാ കളക്ടർ ശ്രമിക്കുന്നുവെന്ന് TN പ്രതാപൻ ആരോപിച്ചു. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ചും വ്യാജരേഖ ചമച്ചും 11 വോട്ടുകൾ ചേർത്തുവെന്ന TN പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ നീക്കം. വൈകാതെ സുഭാഷ് ഗോപിക്ക് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് പദ്ധതിയില്ല. സഹോദരൻ സുഭാഷ് ഗോപിയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. TN പ്രതാപൻ ഉന്നയിച്ച വിഷയങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായതിനാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. അതിനിടെ സുരേഷ് ഗോപിയെ തൃശൂർ കളക്ടർ സംരക്ഷിക്കുന്നുവെന്ന് TN പ്രതാപൻ ആരോപിച്ചു. ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വേണ്ടി AICC അംഗമായ മുൻ MLA അനിലക്കര ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ 14-ാം തീയതി രേഖാമൂലം കത്തും നൽകി. എന്നാൽ ഇന്നലെ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷന് ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേഖകൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ IT ആപ്ലിക്കേഷൻ ഡാറ്റാ ബാങ്കിലുള്ള ഭൗതിക സ്വത്തായതിനാൽ
തരാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഇലക്ടറൽ ഓഫീസറുടെ മറുപടി. 24 തൃശൂർ. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായതിനിടെ വാർത്താ സമ്മേളനം അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ റദ്ദാക്കി. രാജിയല്ലാതെ പോംവഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായിട്ടാണ് സൂചന ലഭിക്കുന്നത്. രാജി ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന് നിയമസഭാംഗത്വം രാജിവെക്കാൻ സമ്മർദ്ദമേറുകയാണ്. 2 ദിവസത്തിനകം രാജിയുണ്ടാകുമെന്നാണ് സൂചന. പരാതിയുമായി ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും കൂടുതൽ ശബ്ദരേഖകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വിവാദം പുറത്തുവരുന്നതിനും വളരെ മുൻപേ രമേശ് ചെന്നിത്തല രാഹുലിനെ കൈവിട്ടതാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിലായിരുന്ന KC വേണുഗോപാൽ ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നേതാക്കളുമായി KC വേണുഗോപാൽ ആശയവിനിമയം നടത്തും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് നടത്താനിരുന്ന അടിയന്തര വാർത്താ സമ്മേളനം അവസാന നിമിഷം റദ്ദാക്കി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വിശദീകരണം ലക്ഷ്യമിട്ടായിരുന്നു വാർത്താസമ്മേളനം വിളിച്ചത് എന്നാണ് സൂചന. ഇത് തിരിച്ചടിയാകുമെന്ന് മണത്തറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനം റദ്ദാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പെട്രോൾ പമ്പിൽ യുവാവിൻ്റെ അതിക്രമം. ബൈക്കിൻ്റെ ഇന്ധന ടാങ്ക് തുറന്ന ശേഷം തീയിട്ടു. മറ്റൊരു വാഹനത്തിൽ യുവാവ് സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചത് ചോദ്യം ചെയ്തതിനാണ് നടപടി. പ്രസാദ് എന്നാളെ ചെങ്ങമനാട് പോലീസ് പിടികൂടി. എറണാകുളത്താണ് വിവരം. വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. കേസെടുക്കാതെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിരോധം പാളുകയാണ്. ആരോപണങ്ങളിൽ സ്വമേധയാ കേസെടുത്തു വനിതാ കമ്മീഷൻ. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തൊട്ടു പിന്നാലെ കേസെടുത്തു. കേസും നിയമ നടപടിയും ഇല്ലല്ലോ എന്ന വാദം ഉന്നയിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതിരോധം. എന്നാൽ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും കേസെടുത്തതോടെ ആ പ്രതിരോധം പൊളിയുകയാണ്. വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും DGPയോട് റിപ്പോർട്ട് തേടി. എറണാകുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. ഒരു ഇല്ലീഗൽ ടെർമിനേഷൻ ആണെങ്കിൽ തീർച്ചയായും അത് കുറ്റകൃത്യം തന്നെയാണ്. അതോടൊപ്പം അത് ഫോഴ്സ്ഫുള്ളും കൂടിയാണെങ്കിൽ BNS പ്രകാരം വളരെ വലിയ ഒരു കുറ്റമായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ ഓൾറെഡി കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ DGPയോട് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ ശിശു സംരക്ഷണ വകുപ്പിനും സംസ്ഥാന വനിതാ ശിശു സംരക്ഷണ വകുപ്പിനും പാലക്കാട്ട് നിന്നുള്ള പൊതുപ്രവർത്തക പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമെന്ന് തെളിയിക്കുന്നതെന്ന് മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും AV ഗോപിനാഥ് 24നോട് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥാണ് നമ്മോടൊപ്പം ഉള്ളത്. വിവരങ്ങളും വിവാദങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? ഇനി ഇതിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും രക്ഷ ഉണ്ടോ? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക മെമ്പർ സ്ഥാനത്ത് രാജിവെച്ച ആളാണ്. കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയാനുള്ള അർഹതയില്ല, പറയാനും പാടില്ല. മനസ്സിലായില്ലേ? നേരാവോ നേരാവില്ലെന്നുള്ള അവർ തീരുമാനിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് VD സതീശൻ അടക്കമുള്ള ആളുകളെതിരായിട്ടാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പാലക്കാട് സ്ഥാനാർത്ഥി ആക്കിയത് ശരിയായില്ല എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് പറയാൻ കഴിയില്ല. എല്ലാം യാഥാർത്ഥ്യമായിട്ട് വരികയല്ലേ. ദിവസങ്ങൾ കടന്നു എല്ലാ യാഥാർത്ഥ്യങ്ങളും പുറത്തു വരികയാണ്. കുറച്ചും കൂടി കാത്തിരിക്കുക. ഇപ്പോഴും കാര്യങ്ങൾ ഈ വിവാദങ്ങളുടെ ശേഷം നേതാക്കളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇനി ബന്ധപ്പെടില്ല. ഒരു കോൺഗ്രസ് നേതാവിനെയും ഒരു കാര്യം പറഞ്ഞും ഞാൻ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും കുറേയധികം കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. കാത്തിരുന്ന് കാണാം. ഇന്ന് ഈ പറയുന്നത് പോലെ ഇങ്ങോട്ട് മത്സരിക്കാൻ വരുന്ന സമയത്ത് DCC അടക്കം എതിർപ്പ് ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കരുതെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു. എന്നിട്ടും പ്രതിപക്ഷ നേതാവൊക്കെ കൂടിയിട്ടാണല്ലോ മത്സരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഉയർത്തിയ അതേ പൊളിറ്റിക്കൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു അവസ്ഥയിൽ. അല്ല, അന്ന് ഉയർത്തിയ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു വരികയല്ലേ. മൂന്നാമതൊരു ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ്, മുസ്ലിം ലീഗ് അടക്കം എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവാദം വന്ന് പെട്ടിരിക്കുന്നത്. ആർക്കും എന്തും കാത്തിരിക്കാമല്ലോ. പക്ഷെ അതൊന്നും ഞാൻ കാത്തിരുന്നൊന്നും യാഥാർത്ഥ്യമാകാനുള്ള ഒരവസരം
എപ്പോഴും ലഭിച്ചോളുന്നില്ല. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. എറണാകുളം ചെങ്ങമനാട് പെട്രോൾ പമ്പിൽ യുവാവിന്റെ പരാക്രമം. ബൈക്കിന്റെ ഇന്ധന ടാങ്ക് തുറന്ന ശേഷം തീയിട്ടു. അതിക്രമത്തിന് ദൃശ്യങ്ങൾ പ്രേക്ഷകർ ആദ്യം ഒന്ന് കാണുക. ആ ദൃശ്യത്തിലേക്ക്. എന്തൊക്കെ ആൾക്കാർക്ക് കാര്യങ്ങൾ. എന്തായാലും ആ പ്രതികരണം കൂടി നമുക്ക് കാണാം. പമ്പിന്റെ ഒച്ചപ്പാട് ഞങ്ങൾ കേൾക്കാം. നോക്കുമ്പോൾ പമ്പില് ഓഫീസിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി അവൻ അവിടുത്തെ കാറിൽ തട്ടി ഞങ്ങളുടെ കാർമറ്റ് ഒന്ന് ഇടിച്ച് കയറാൻ തന്നെ കണ്ടേ. അത് കണ്ട ഞങ്ങൾ അപ്പം തന്നെ പിടിച്ച് നിർത്തിയിട്ട് അപ്പം തന്നെ അവൻ ആ വണ്ടിയുടെ ടാങ്ക് തുറന്ന് തീയിടാൻ നോക്കാറുണ്ട്. അവിടെ വലിയൊരു അപകടം ഒഴിവായി. കാരണം ഒരു കുട്ടികൾ ഗ്യാസ് ഇറക്കാൻ വേണ്ടി CNG ഇറക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ വന്നൊരു സ്റ്റേഷനാണ് ഈ പമ്പ്. വലിയൊരു അപകടം ഒഴിവായി. അവന്റെ മേത്ത് തീ ഞങ്ങൾ തന്നെ തുടച്ചു കളഞ്ഞ അവന്റെ മേത്ത് തീ പോയെ. ഞങ്ങൾ മേത്തേക്ക് കുത്തുന്നൊക്കെ പറഞ്ഞ് വരാനൊക്കെ നോക്കിയായിരുന്നു. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ വിവരങ്ങളുമായി തത്സമയം ചെയ്യുന്നു പ്രൈം ടൈമിൽ. സൂര്യശ്രീ, എന്താണ് ശരിക്കും അവിടെ ഉണ്ടായത്? ഇന്ന് രാത്രിയോടെയായിരുന്നു സംഭവം. അല്പസമയത്തിന് മുന്നെയാണ് ആലുവ ദേശത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിലാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. പെട്രോൾ അടിക്കാനായി പമ്പിലെത്തിയ യുവാവിന്റെ വാഹനവും ബൈക്കും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ഇതിനെ തുടർന്നാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. യുവാവ് വേഗം തന്നെ തന്റെ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് അതിലേക്ക് തീയിടുകയായിരുന്നു. വലിയൊരു ദുരന്തമാണ് ഒഴിവായെന്ന് തന്നെ പറയാം. ജീവനക്കാരുടെ വലിയ സംയോജിതമായ ഇടപെടലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. ഈ യുവാവ് പെട്രോൾ അടിക്കാനെത്തിയ യുവാവ് ഈ കാറുകാരനുമായി തർക്കമുണ്ടാകുന്നു. ഉടൻ തന്നെ യുവാവ് തർക്കത്തിൽ ഏർപ്പെട്ടതിനു ശേഷം തന്റെ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് അതിലേക്ക് തീയിടുകയായിരുന്നു. CNG അടക്കമുള്ള ഒരു പമ്പാണ് ഈ IOCയുടെ പമ്പ്. ഇതിൽ ഇത്തരത്തിൽ തീ ആളിപ്പടർന്നുകയാണെങ്കിൽ വലിയൊരു അപകടം ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. നിലവിൽ ഈ വാഹനം മാത്രമാണ് പൂർണ്ണമായി കത്തിയമർന്നത്. ജീവനക്കാരുടെ സംയോജിതമായ ഒരു ഇടപെടലാണ് വലിയൊരു അപകടം തന്നെയായിരുന്നു. ഈ അത്താണിക്കടവ് സ്വദേശി പ്രസാദാണ് ഇത്തരത്തിൽ പമ്പിലെത്തി വലിയൊരു പരാക്രമണം തന്നെ നടത്തിയത്. ഇദ്ദേഹം ക്രിമിനൽ കേസിലടക്കം നിരവധി കേസുകൾ പ്രതിയാണ്. ഈ പ്രസാദിനെ ചെങ്ങമനാട് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹം നിരവധി കേസുകൾ പ്രതിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇന്ന് രാത്രി ഏകദേശം അല്പസമയത്തിന് മുൻപോടുകൂടിയായിരുന്നു ഈ ആലുവ ദേശം IOC പമ്പിൽ ഈ യുവാവിന്റെ പരാക്രമണം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു സൂര്യശ്രീ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാതിരിക്കട്ടെ. കാരണം ആ തീ കെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് പമ്പിലുള്ളൊന്നും ഇത് പടരാതിരുന്നത്. പമ്പിലേക്കൊക്കെ ഇത് പടർന്നാലുണ്ടാകുന്ന അത്യാഹിതം നമുക്ക് മനസ്സിലാകുമല്ലോ. ഇനി നമുക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പലതും നമുക്ക് കേരളത്തിൽ മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആർജു എന്ന് പറയുന്ന സുഹൃത്ത് പറയുകയാണ് കേട്ടോ, ഇന്നെന്താ ഡ്രസ്സൊക്കെ ഇട്ട് ജെന്റിൽമാനായിട്ട് നിൽക്കുന്ന, എവിടെയെങ്കിലും പോകാനുണ്ടോ ശനിയാഴ്ചയായിട്ട്? അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ജെന്റിൽമാൻ അല്ലാതായി നിൽക്കുന്നു എന്നുള്ള സൂചന എനിക്ക് കിട്ടി. താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ട് ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്തു. തനിക്കറിയാവുന്ന 2 KSU വനിതാ പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടു. തെറ്റിന് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്നും സന്ദേശം. ജില്ലാ ഭാരവാഹികളിൽ 70% പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാമെന്ന് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും പറയുന്നു. യൂത്ത് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയിൽ ഇപ്പോൾ പോലും ഈ വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും വെളിയിൽ വന്നപ്പോൾ പോലും ഇതുപോലെ വൃത്തികേട് കാണിച്ചവനെയൊക്കെ പിന്താങ്ങുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെന്ന് പറയുന്നവന്മാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. ഇതിനൊന്നും ഒരു ഉളുപ്പില്ലേ? ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരാണോ നമ്മളെ നയിക്കേണ്ടത്? എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കി വിട്ട് അവർ 2 പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി. അതിനോട് ആർക്കും സമയവുമില്ല. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ടെലിഫോണിൽ ചേർന്നു. നിതിൻ, വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചെങ്കിലും നിലവിൽ ഇപ്പോഴും MLA തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ തന്നെ രാഹുലിനെതിരായ അമർഷം പുകയുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നത്. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിച്ചു പോയി. തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല, ന്യായീകരിക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോത്തിന്റെ വിമർശനം. ഇന്ന് വൈകിട്ടോടെയാണ് ഈ ശബ്ദ സന്ദേശം എന്തായാലും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നത്. അതോടൊപ്പം തന്നെ
ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും വലിയ വിമർശനം രാഹുലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ ഭാരവാഹികൾ 70% പേർക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇന്ന് വിമർശനം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇത്ര വൃത്തികെട്ടവരെ എന്തിനാണ് നമ്മൾ ചുവയ്ക്കുന്നതെന്നാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ചോദ്യമായി തന്നെ ഇവരുടെ ചർച്ചകൾക്കിടയിൽ തന്നെ ഉയർന്നത്. പുറത്തുവന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കടുത്ത അമർഷമാണുള്ളത്. അതുതന്നെയാണ് ഇത്തരം ഒരു ശബ്ദ സന്ദേശത്തിന് കാരണമായി ഉള്ളത്. രാഹുലിനെ പിന്താങ്ങുന്ന നേതാക്കന്മാരെ ആലോചിച്ച് ലജ്ജ തോന്നുമെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം വന്നു. ഈ ശബ്ദ സന്ദേശത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി തന്നെയാണ് ഇപ്പോൾ ആ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ വിമർശനം അല്ലെങ്കിൽ കടുത്ത അമർഷം എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. SKN. ഓക്കെ, ഷാജി ബോയ്ഗിലിപ്പുറം നിസ്കിൻ കമൻ്റ് ഒന്നും വായിക്കുന്നില്ലല്ലോ. നാളെ 24-ൻ്റെ പ്രേക്ഷക ആമിനിയുടെ കല്യാണമാണ്. 24-നുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നാളെ 24-ാം തീയതി കല്യാണ തീയതിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ആശംസയിൽ വിഷമമാകുമെന്ന് പറയുന്നത് അത് എന്തായാലും എനിക്കതൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. 24-നുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് 24-ാം തീയതി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ആമിന. എന്തായാലും ആമിനയ്ക്ക് എല്ലാ കല്യാണ ആശംസകളും വിവാഹാശംസകളും നേരുന്നു. വളരെ സന്തോഷവതിയായി കല്യാണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക, നമുക്കതല്ലേ പറയാൻ പറ്റും. കേരളം പിടിക്കുമെന്ന് അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകി BJP സംസ്ഥാന നേതൃത്വം. ത്രിപുര മോഡൽ കേരളത്തിലും ആവർത്തിക്കും. ഇതിൻ്റെ 80% പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞെന്നും സംസ്ഥാന നേതൃത്വത്തിൻ്റെ റിപ്പോർട്ട്. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തെ തകർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പ്രതികരിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിർണായക സ്വാധീനം BJPക്ക് ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവർത്തനം 20% കൂടി പൂർത്തിയായാൽ ത്രിപുര മോഡൽ മാറ്റം കേരളത്തിലുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 25% കടക്കുമെന്നും റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗത്തിലാണ് അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ BJPയുടെ മോഹമാണ് അവർ പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ആ മോഹം നടപ്പിലാക്കുന്നതിന് എല്ലാ കുൽസിത മാർഗവും അവർ കാണുമെന്നും പിണറായി വിജയൻ. നമ്മുടെ നാടിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും നാടിന്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ ഗൗരവമായി കാണണമെന്നും പിണറായി വിജയൻ. 24 തിരുവനന്തപുരം, കൊച്ചി. കണ്ണൻ്റെ ഒരു പ്രയോഗം കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നു. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം, ദുഃഖമയം ജീവിതം. ഇത് സിനിമാ പാട്ടല്ലേ? അത് ഈ സിനിമാ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടി കമൻ്റ് അയച്ചത് നന്നായി. ആർജു പറയുന്നു SKN ചാനൽ 24 എന്ന് പേരിട്ട് നന്നായി. 48 എന്നായിരുന്നെങ്കിൽ ആ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പാടുവിട്ടേനെ. അത് നല്ലൊരു കാര്യമാണ്. ദക്ഷിണേന്ത്യയിൽ അതിവേഗം വളരുന്ന വാർത്താ ചാനലുള്ള TNIT അവാർഡ് 24-നാണ്. TNIT 2025 സൗത്ത് ഇന്ത്യ മീഡിയ അവാർഡ്സിൽ മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനും മികച്ച വോയിസ് ഓവറിനുള്ള പുരസ്കാരം ഇലക്ഷൻ സ്റ്റണ്ട് സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിലൂടെ V അരവിന്ദും ഏറ്റുവാങ്ങി. ബംഗളൂരു ശൃംഗാർ പാലസ് ഗ്രൗണ്ടിലായിരുന്നു പുരസ്കാര വിതരണം നടന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാന മന്ത്രിമാരും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ന്യൂസ് 24. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.